നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2026 മെയ് മാസം 26 ചൊവ്വാഴ്ച ദിവസം. നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട 5ഓളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ്, അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങളുടെ അച്ചടി പൂർത്തിയായെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ അറിയിച്ചു. ഈ മാസം 30-ന് മുൻപായി തന്നെ സ്കൂളുകളിൽ പാഠപുസ്തകങ്ങൾ എത്തും. അതുപോലെ തന്നെ +1 പ്രവേശനം സംബന്ധിച്ച് ആശങ്കയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. സീറ്റുകളുടെ കുറവ് ഒരു യാഥാർത്ഥ്യമാണ്. മാർജിനൽ സീറ്റ് വർധനവ് അടക്കം നടത്തിയിട്ട് അലോട്ട്മെന്റ് ആരംഭിക്കുമെന്നും ഈ ഒരു വിഷയം ചർച്ച ചെയ്യാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. പങ്കുവെക്കുന്ന അറിയിപ്പ്, സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 25-ാം തീയതി അതായത് തിങ്കളാഴ്ച വിതരണം ചെയ്യും എന്നാണ് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ തിങ്കളാഴ്ച വിതരണം ഉണ്ടായിട്ടില്ല. അടുത്ത 2 ദിവസത്തോടു കൂടി മാത്രമേ ഈ ഒരു തുക വിതരണം അക്കൗണ്ടുകളിലേക്കും അതുപോലെ തന്നെ കൈകളിലേക്കും ലഭ്യമാവുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം ഗുണഭോക്താക്കളാണ് ഈ ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനായി കാത്തിരിക്കുന്നത്. ഇതിനായി സംസ്ഥാന സർക്കാർ 1070 കോടി രൂപയോളം വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങളുണ്ടായി. എന്നാൽ ഈ ഒരു തുക വിതരണം ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ഗുണഭോക്താക്കളാണ് ബാങ്കുകളെ സമീപിക്കുന്നത് ഈ ഒരു പെൻഷൻ എത്തിയോ എന്നറിയുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ മെസ്സേജുകളും പരിശോധിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു തുക ഇതുവരെയും ഗുണഭോക്താക്കൾക്ക് ലഭ്യമായിട്ടില്ല. സാധാരണ രീതി പോലെ തന്നെയാണ്, അതായത് പ്രഖ്യാപിക്കുന്ന ദിവസങ്ങളിൽ ഈ ഒരു തുക ലഭിക്കാറില്ല. അതിനടുത്തുള്ള 2 ദിവസങ്ങൾക്കകമാണ് ഈ ഒരു തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നത്. എന്നാൽ വീട്ടമ്മ പെൻഷൻ വിതരണത്തെ സംബന്ധിച്ച് ഇതുവരെയും ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. സംസ്ഥാന സർക്കാർ ഈ ഒരു പദ്ധതി നിർത്തുമോ അതോ വീണ്ടും തുടരുമോ എന്ന കാര്യത്തിലും ഇപ്പോൾ അവ്യക്തത തുടരുകയാണ്. എന്നാൽ സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളൊന്നും തന്നെ നിർത്തുകയില്ല എന്നുള്ള ഒരു സൂചന മുൻപ് തന്നെ മന്ത്രി നൽകിയിട്ടുണ്ട്. ആ ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോഴും ഗുണഭോക്താക്കളുള്ളത്. അർഹരായിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും 2000 രൂപ, അതായത് ഒരു മാസത്തെ കുടിശ്ശികയും ചേർത്ത് അടുത്ത മാസം ഈ ഒരു തുക ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അർഹതാ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി അപേക്ഷ സമർപ്പിച്ചവർക്ക് മാത്രമേ ഈ ഒരു തുക ലഭിക്കുകയുള്ളൂ. അനർഹരായിട്ടുള്ള ആളുകൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ള ആളുകളെ ഈ ഒരു പദ്ധതിയിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്യുന്നതാണ്. ഗ്യാസ് സിലിണ്ടറുകൾ വീടുകളിൽ എത്തിക്കുന്നതിന് അമിത നിരക്ക് ഈടാക്കിയാൽ കർശനമായ നടപടിയുണ്ടാകും. സിലിണ്ടറുകൾ വീടുകളിൽ എത്തിച്ചു നൽകുന്നതിന് ദൂരമനുസരിച്ച് നിരക്കുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഗ്യാസ് ഏജൻസികളുടെ 5 കിലോമീറ്റർ ചുറ്റളവിൽ ചാർജ് ഒന്നും തന്നെ ഈടാക്കരുത്. ബിൽ തുക മാത്രമേ ഉപഭോക്താവ് നൽകേണ്ടതുള്ളൂ. ഗ്യാസ് ഏജൻസികളിൽ നിന്നും 5 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെ 20 രൂപയും 10 കിലോമീറ്റർ മുതൽ 15 കിലോമീറ്റർ വരെ 35 രൂപയും 15 കിലോമീറ്റർ മുതൽ 20 കിലോമീറ്റർ വരെ 45 രൂപയും 20 കിലോമീറ്ററിനുള്ളിലാണെങ്കിൽ 60 രൂപയുമാണ് ഒരു സിലിണ്ടറിന് ഡെലിവറി ചാർജായി ഈടാക്കാവുന്നത്. ഇങ്ങനെയുള്ള തുക ബില്ലിൽ രേഖപ്പെടുത്തിയാണ് വാങ്ങേണ്ടത്. കൂടുതൽ തുക ഈടാക്കുകയാണെങ്കിൽ താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് ഗ്യാസ് ഏജൻസികൾക്കെതിരെ പരാതി നൽകാൻ സാധിക്കും. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത്. പരമാവധി ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.